രക്ഷാപ്രവർത്തന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെയുള്ള റിപ്പോർട്ട് DGP വൈകാതെ ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും. അജിത് കുമാറിന്റെ വിശദീകരണം കേട്ട ശേഷം റിപ്പോർട്ട് നൽകാനാണ് DGPയുടെ തീരുമാനം. DGP നടപടിക്ക് ശുപാർശ ചെയ്താൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തേക്കും. ആഷൻ ഡിയോഗോയുടെ വിശദാംശങ്ങൾ നൽകാൻ. ആഷൻ, പോലീസ് ഉദ്യോഗസ്ഥ പ്രതിസ്ഥാനത്തുള്ള മർദ്ദന കേസ്, അതിൽ അജിത് കുമാർ ഈ കേസ് അട്ടിമറിച്ചു എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലിപ്പോൾ നടപടിയിലേക്ക് കടക്കുമ്പോൾ എങ്ങനെ സസ്പെൻഷൻ ആയിരിക്കും? അപ്പോൾ റിപ്പോർട്ട് എപ്പോഴായിരിക്കും കൈമാറുക? അശ്വതി, ഏറെ വിവാദമായ സംഭവമാണ് ഈ നവകേരള യാത്രയ്ക്കിടെ ഉണ്ടായ രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ്. ഇതിൽ KSU പ്രവർത്തകരെ മർദ്ദിക്കുന്നു. അതിൽ പക്ഷേ ആ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ MR അജിത് കുമാറിന്റെ നേരിട്ടുള്ള ഇടപെടലിൽ ഓഫീസർ ഈ ഒരു കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ തെളിവുകളടക്കമുണ്ട് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. അതിനുശേഷം DGPക്ക് SIT റിപ്പോർട്ട് നൽകിയത്. പക്ഷേ DGP ഇതിൽ ഒരു വ്യക്തത വരണമെന്ന്, ചില ഭാഗങ്ങളിൽ വ്യക്തത ആവശ്യമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് മടക്കിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഈ DGP ആവശ്യപ്പെട്ട ഇടങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് കൂടുതൽ തെളിവ് ശേഖരണം അടക്കം നടത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് DGPക്ക് SIT കൈമാറിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ DGP ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറാൻ വേണ്ടിയിരിക്കുന്നത്. നാളെയോടുകൂടി തന്നെ ഈ ഒരു റിപ്പോർട്ട് കൈമാറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ വിശദീകരണം കൂടി ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടിക്കും വകുപ്പ് തല നടപടിക്കും വേണ്ടി ശുപാർശ ചെയ്യുന്നുകൊണ്ടുള്ള DGPയുടെ റിപ്പോർട്ട് കൂടി ചേർത്തുകൊണ്ട് ഇത് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുക എന്നുള്ളതാണ് അറിയുന്നത്. ഈ കൃത്യമായി തന്നെ ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും നടപടി എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ തന്നെ SITയുടെ കണ്ടെത്തൽ MR അജിത് കുമാറിന്റെ ഓഫീസ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ റിപ്പോർട്ട് അടക്കം തിരുത്തുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. രണ്ട് ഉദ്യോഗസ്ഥരാണ്, അതായത് MR അജിത് കുമാറിന്റെ ഓഫീസിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരാണ് DGPക്ക് നൽകിയ റിപ്പോർട്ടിലടക്കം കൃത്രിമം കാണിച്ചത് എന്നുള്ള കാര്യം SIT കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ ഈ MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെ ഒരു തീരുമാനം ഈ MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു. കാരണം ഈ SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ ഇതിൽ ഒരു കൃത്രിമം നടത്തിയിട്ടുണ്ട്. MR അജിത് കുമാർ ഇടപെടൽ നടത്തിയിട്ടുണ്ട്, കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ അതിന് തെളിവുകളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരുന്നു. ഇതോടുകൂടിയാണ് MR അജിത് കുമാറിനെ കൈവിടാൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നാളെയോടുകൂടി തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നാളെ DGPയുടെ കുറിപ്പോടുകൂടി SITയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി തന്നെ MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രുതി, എന്തായാലും അജിത് കുമാറിന്റെ വിശദീകരണം കേട്ട ശേഷമാണ് റിപ്പോർട്ട് നൽകാൻ DGPയുടെ തീരുമാനം. വിശദാംശങ്ങളാണ് ആഷൻ ഡിയേഗോ നൽകിയത്.